എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും നമസ്കാരം. ഒപ്പം സൈഡ് ലൈറ്റ്സിന്റെ മറ്റൊരു യൂറോപ്പ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ നഗരങ്ങളിലെ തിരക്കും ആൾക്കൂട്ടവും വാഹനബാഹുല്യവും പൊല്യൂഷനും ഒക്കെ കാണുമ്പോൾ ഇതൊന്നുമില്ലാത്ത നഗരങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. ഇതൊന്നുമില്ലാത്തതും അതേസമയം നഗരത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതുമായ ഒരു സ്ഥലത്ത് പോയി താമസിക്കണമെന്ന് നമ്മൾ പലരും സ്വപ്നം കാണാറില്ലേ? അങ്ങനത്തെ നഗരമൊക്കെ എവിടെയാണ് എന്നായിരിക്കും നിങ്ങളിൽ പലരും ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് സൈഡ് ലൈറ്റ്സ് നിങ്ങളെ കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു നഗരത്തിലേക്കാണ്. വഡൂസ് എന്നാണ് നഗരത്തിന്റെ പേര്. ലിച്ചൻസ്റ്റൈൻ എന്നൊരു കുഞ്ഞൻ രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. സ്വിറ്റ്സർലൻഡിന്റെ മനോഹാരിതയിൽ നിന്നാണ് നമ്മൾ ലിച്ചൻസ്റ്റൈനിലേക്കും വഡൂസിലേക്കുമുള്ള യാത്ര തുടങ്ങുന്നത്. നീളമേറിയ ഒരുപാട് ടണലുകളിലൂടെയുള്ള ഒരു യാത്രയാണിത്. ആൽപ്സ് പർവ്വതത്തിന്റെ മടിത്തട്ടുകളിലൂടെയുള്ള ഈ യാത്രയിലുടനീളം സ്വിറ്റ്സർലൻഡിലെ ഒരു വലിയ തടാകമായ ലേക്ക് വാലൻസി നമ്മളെ അനുഗമിക്കുന്നത് പോലെ തോന്നും. മഞ്ഞിൻ കിരീടം ചൂടുന്ന ആൽപ്സ് പർവ്വത ശിഖരങ്ങളും അതിന്റെ ചുവട്ടിൽ ശാന്തമായി കിടക്കുന്ന നീല ജലാശയമായ ലേക്ക് വാലൻസിയും, പർവ്വത താഴ്വരകളിൽ ചില പുരാതന നിർമ്മിതികളും ഇടയ്ക്കിടയ്ക്ക് വലിയ വെള്ളച്ചാട്ടങ്ങളും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നയനാനന്ദകരമായ ഈ യാത്രയ്ക്കൊടുവിൽ റൈൻ നദിക്ക് കുറുകെയുള്ള വലിയ പാലത്തിനടുത്തെത്തി. പാലത്തിന്റെ ഒരു കരയിൽ സ്വിറ്റ്സർലൻഡിന്റെ പതാകയും മറുകരയിൽ ലിച്ചൻസ്റ്റൈന്റെ പതാകയും പാറി കളിക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ 4ാമത്തേതും ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ 6ാമത്തേതുമായ ലിച്ചൻസ്റ്റൈന്റെ തലസ്ഥാനമായ വഡൂസിലേക്ക് സ്വാഗതം. 160 സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ രാജ്യത്തെ ജനസംഖ്യ 40,000-ൽ താഴെ മാത്രം. സ്വന്തമായി പോലീസോ പട്ടാളമോ ഇല്ലാത്ത രാജ്യം. ഇക്കാര്യങ്ങൾക്കെല്ലാം തൊട്ടയൽ രാജ്യമായ സ്വിറ്റ്സർലൻഡിനെയാണ് ആശ്രയിക്കുന്നത്. ഇവിടെ ഇപ്പോഴും രാജഭരണമാണ് കേട്ടോ. പ്രിൻസ് ഹൻസ് ആഡം സെക്കൻഡ് ആണ് ഇപ്പോഴത്തെ രാജാവ്. അദ്ദേഹത്തിന്റെ പുത്രൻ പ്രിൻസ് അലോയ്സ് ആണ് രാജകുമാരനും രാഷ്ട്രത്തലവനും. അത് ആ മലയുടെ മുകളിൽ കാണുന്ന കാസിൽ പോലത്തെ വലിയ കെട്ടിടമാണ് രാജകൊട്ടാരം. കൊട്ടാരത്തിന് മുകളിൽ കൊടി ഉയർന്നു പറക്കുന്നുണ്ടെങ്കിൽ രാജാവ് സ്ഥലത്തുണ്ടെന്നാണ് അർത്ഥം. അതല്ല എങ്കിൽ രാജാവ് സ്ഥലത്തില്ല. ഇനി നമുക്ക് നഗരത്തിലെ കാഴ്ചകൾ കാണാം. നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു തിരക്കും ആൾക്കൂട്ടവും വാഹനബാഹുല്യവും പൊല്യൂഷനും ഒന്നുമില്ലാത്ത ഒരു സ്ഥലം. അലക്കി തേച്ച് തുടച്ച് ഒരു സിനിമാ ഷൂട്ടിങ്ങിനെന്നോണം ഒരുക്കിയിരിക്കുന്ന നഗരവും അതിന്റെ പ്രാന്തപ്രദേശങ്ങളും. നമ്മുടെ നഗരങ്ങളൊക്കെ ആൾക്കൂട്ടത്തിലും തിരക്കിലും വീർപ്പുമുട്ടുന്ന 11 മണി എന്ന സമയത്തും വളരെ ശാന്തമായി ഒഴുകുന്ന നഗരജീവിതം. വാഹനങ്ങളുടെ ചികിറിപ്പാച്ചിലുകളില്ല, ഹോണടി ശബ്ദങ്ങളില്ല. കാൽനട യാത്രക്കാർക്ക് ക്രോസ് ചെയ്യാനായി സാവകാശത്തിൽ വണ്ടി നിർത്തി അഭിവാദ്യം ചെയ്ത് പോകാൻ അനുവദിക്കുന്ന ഡ്രൈവർമാർ. നഗരത്തിലെ പ്രധാന സ്ക്വയറിൽ സംഗീതോപകരണം വായിച്ച് ജനങ്ങളെ ആകർഷിച്ച് പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നയാൾ. ഒരു മാളിനുള്ളിൽ എന്ന പോലെ നഗരക്കാഴ്ചകൾ കാണിക്കുവാനായി നഗരത്തിൽ ചുറ്റിയടിക്കുന്ന ട്രോയ് ട്രെയിനുകൾ. എന്നാൽ സഞ്ചാരികൾ വഡൂസ് നഗരം നടന്നു തന്നെ കാണണമെന്നാണ് സൈഡ് ലൈറ്റ്സിന്റെ അഭിപ്രായം. നഗരഹൃദയത്തിൽ തന്നെയാണ് ലിച്ചൻസ്റ്റൈൻ ഇൻഫർമേഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. അവിടെ ജർമ്മനിലും ഇംഗ്ലീഷിലും വിവരങ്ങൾ പറഞ്ഞു തരാൻ ആളുകളുണ്ട്. ലിച്ചൻസ്റ്റൈൻ മ്യൂസിയം, പോസ്റ്റൽ മ്യൂസിയം, ഗവൺമെന്റ് ബിൽഡിംഗ്സ് എന്നു തുടങ്ങി വഡൂസിലെ പ്രധാന കാഴ്ചാ കേന്ദ്രങ്ങളെല്ലാം തന്നെ നഗരഹൃദയത്തിൽ നിന്ന് വെളിപ്പാടകലെ മാത്രമാണ്. ശുദ്ധവായുവും ഇളം കുളിരും ആസ്വദിച്ചുകൊണ്ടുള്ള ഈ നടത്തത്തിനിടയിൽ നഗരത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നമുക്ക് ആൽപ്സ് പർവ്വത ശിഖരങ്ങളും നീലാകാശവും കാണാൻ പറ്റും. ശാന്തത കളിയാടുന്ന നഗരഹൃദയത്തിൽ തലയുയർത്തി നിൽക്കുന്ന സെന്റ് ഫ്ലോറൻ കത്തീഡ്രൽ. യാതൊരു ശബ്ദകോലാഹലങ്ങളുമില്ലാത്ത നഗരത്തിൽ പള്ളിമണിയുടെ മുഴക്കം വളരെ വ്യക്തമായി കേൾക്കാം. പുറത്ത് എവിടെ നോക്കിയാലും വർക്കിംഗ് ഡേ ആണോ ഹോളിഡേ ആണോ എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥ. ഇവിടെ ജനങ്ങൾ താമസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥ. ഇവിടെയുള്ള മൊത്തം കമ്പനികളുടെ എണ്ണം ഇവിടുത്തെ മൊത്തം ജനസംഖ്യയിലേക്കാളും അധികമാണത്രേ. ഒരു കാലത്ത് ടാക്സ് ഹെവൻ ആയിരുന്നു അത്രേ ഈ രാജ്യം. ഇവിടുത്തെ സമ്പദ്ഘടനയുടെ മുഖ്യ പങ്ക് വഹിക്കുന്നത് മെഷീനിങ്, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് എന്നീ മേഖലകളാണ്. ആങ്കർ ഫാസനർ ഉപകരണങ്ങളുടെ നിർമ്മിതിയിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായ ഹിൽട്ടി എന്ന കമ്പനിയുടെ ആസ്ഥാനം വഡൂസിലാണ്. വലിപ്പം കൊണ്ട് കുഞ്ഞനെങ്കിലും സമ്പദ്ഘടനയുടെ കാര്യത്തിൽ ലിച്ചൻസ്റ്റൈൻ ലോകത്തെ ഏത് വൻശക്തിയോടും കിടപിടിക്കുന്ന ഒരു രാജ്യമാണ്. അത്രയ്ക്കാണ് ആ രാജ്യത്തിന്റെ GDP. ഈ നഗരത്തോട് വിട പറയുമ്പോൾ മനസ്സിൽ തോന്നിയത് നമ്മുടെ വൻ നഗരങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ ആയുഷ്കാലയളവിൽ ഇത്തരത്തിൽ കാണാനൊക്കുമോ എന്ന ചിന്തയാണ്. സൈഡ് ലൈറ്റ്സിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ യൂറോപ്യൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ?
അതുപോലെ ചാനലിൽ കാണിച്ചിട്ടുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും ബൈ ബൈ.